വെൽക്കം ബാക്ക് ടു വൺ ഡേ ബെസ്റ്റ് സ്കൂൾ ഫ്യൂച്ചേഴ്സ് ഫേവറേറ്റ് ട്യൂഷൻ ഓഫ്. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഓൾറെഡി നിങ്ങൾക്ക് സ്കൂളിൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ മെയിനായിട്ടും, അത് പബ്ലിക് എക്സാം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കും +1 പബ്ലിക് എക്സാം ഇല്ല, +2 പബ്ലിക് എക്സാം ഉണ്ടെന്നുള്ളത്. പക്ഷേ നമുക്ക് +2 കടക്കുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ് നിങ്ങളുടെ +1 എന്ന് പറഞ്ഞാൽ. കാരണം അത് ബേസിക്സ് പഠിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഇല്ല എന്നും പറഞ്ഞ് ഉഴപ്പാനും പറ്റുന്ന ഒരു ടൈം അല്ല ഇത്. മിക്ക ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്, അല്ലെങ്കിൽ മിക്ക സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു കാര്യമാണ്. +1 ഈ പറഞ്ഞ പോലെ പബ്ലിക് എക്സാം ഇല്ലാത്തതുകൊണ്ടൊന്നും ഉഴപ്പും, പിന്നെ +2 പഠിക്കാമല്ലോ എന്നുള്ളൊരു സംഭവം. പക്ഷെ അങ്ങനെ പറ്റില്ല. കാരണം നിങ്ങൾ +2 പഠിക്കുന്നതിൻ്റെ എല്ലാ ബേസിക്സും +1 ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ +2 പബ്ലിക് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നോ ആ ഒരു ഇതുപോലെ തന്നെ നമുക്ക് +1 പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഡൗട്ടുള്ളതും കൺഫ്യൂഷൻ വരുന്നതുമായിട്ട് പറയുന്ന ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾ അതിലോട്ട് കിടക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ വേണം എന്തൊക്കെയാണ് സിലബസ്, എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്നത്, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടൊരു ഐഡിയ വെച്ചിട്ട് വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് പഠിച്ചു പോകുമായിരിക്കും, ജസ്റ്റ് അവർ എക്സാമിന് വേണ്ടി പഠിച്ചു പോകുമായിരിക്കും. പക്ഷേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ +2 വരുമ്പോൾ പബ്ലിക് എക്സാമും ടഫായിരിക്കും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കോളേജ് എക്സാംസ്, CUT പോലത്തെ എക്സാംസും കാര്യങ്ങളും എഴുതുമ്പോഴോ, അല്ലെങ്കിൽ കൊമേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഏതെങ്കിലുമൊക്കെ എൻട്രൻസ് എക്സാംസോ കാര്യങ്ങളോ എഴുതുമ്പോഴും ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം +2 മാത്രമല്ല ചോദിക്കുന്നത്, +1 +2 കൂടാണ് ചോദിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ബേസിക്സ് ക്ലിയർ ആയിട്ട് പോവുക. അതെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ആ ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ള ഒരു ഫെമിലിയാരിറ്റി വരണം. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ 2026-27 പ്രകാരമുള്ള സിലബസ് എക്കണോമിക്സിന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 2 ബുക്സാണ് മെയിനായിട്ടും വരുന്നത്, മൈക്രോ എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ നോക്കാം. ഇതിൽ നമ്മൾ കൊടുത്തേക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് പാർട്ട് A എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് ടോട്ടലി 40 മാർക്സ് എന്നുള്ള രീതിയിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് പാർട്ട് B എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്, അതും 40 എന്നുള്ള രീതിയാണ്. സോ ടോട്ടലി നമുക്ക് എത്രയാണ് 80 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ബാക്കിയുള്ള 20 മാർക്സ് തന്നെ പ്രോജക്റ്റ് വർക്കാണ്. അത് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഓരോ സ്കൂൾ അനുസരിച്ച് അത് ഡിപ്പെൻഡ് ചെയ്ത് മാറിയിരിക്കും. ഓക്കെ, അപ്പം അത് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ 40 മാർക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 2 യൂണിറ്റുകളായ ചാപ്റ്റേഴ്സ് അല്ല, യൂണിറ്റ് ആണ്. ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, ഫസ്റ്റ് ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളും സംഭവമൊക്കെയാണ്. പിന്നെ വരുന്ന കളക്ഷൻ, ഓർഗനൈസേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ, ഇത് രണ്ടും കൂടെ 15 മാർക്സിൻ്റെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. പിന്നെ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളത് 25 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ടോട്ടലി 40 മാർക്സ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വരുന്നത്. ആൻഡ് ഇത് യൂണിറ്റ് 1, 2, 3 ആണ്. യൂണിറ്റ് ആണ്. ഈ യൂണിറ്റ് മാത്രം ജസ്റ്റ് നോക്കിയിട്ട് പോയാലും വരത്തില്ല. ഇതിലും ഇനി എന്താണ് ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്ത വരുന്നതാണ് മൈക്രോ എക്കണോമിക്സിൽ. അതും ആക്ച്വലി നിങ്ങൾക്ക് 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ്, പിന്നെ കൺസ്യൂമർ ഇക്വിലിബ്രിയം ആൻഡ് ഡിമാൻഡ്, പ്രൊഡ്യൂസർ ബിഹേവിയർ ആൻഡ് സപ്ലൈ, ഫോംസ് ഓഫ് മാർക്കറ്റ് ആൻഡ് പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വിത്ത് സിമ്പിൾ ആപ്ലിക്കേഷൻസ്. ആൻഡ് അതിൽ തന്നെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 4 മാർക്സ് ആണ്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് മാർക്സ് എന്നുള്ള രീതിയിലേ വരത്തുള്ളൂ. കൺസ്യൂമർ ഇക്വിലിബ്രിയം ആൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 14 മാർക്സ് ആണ്. അടുത്ത പ്രൊഡ്യൂസർ ബിഹേവിയർ ആൻഡ് സപ്ലൈയും 14 മാർക്സ് ആണ്. ലാസ്റ്റ് 1ന് 8 മാർക്സ് ആണ്. അങ്ങനെ ടോട്ടലി നിങ്ങൾക്ക് വരുന്നത് 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം ഇതെല്ലാം യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിൻ്റെ അകത്ത് നമുക്ക് എന്താണ് വീണ്ടും ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി തിയറിയോ അല്ലെ കംപ്ലീറ്റ്ലി പ്രോബ്ലം എന്നുള്ളൊരു സംഭവം അല്ല എക്കണോമിക്സിൽ വരുന്നത്. തിയറിയും ഉണ്ട്, പ്രോബ്ലംസും ഉണ്ട്. ആൻഡ് അതിൽ ഏറ്റവും വലിയൊരു ടഫ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു തിയറി നിങ്ങൾ ചുമ്മാ സ്കോർ ചെയ്യാനുള്ള രീതിയിൽ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ആ കറക്റ്റായിട്ട് മീനിങ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഈ പറഞ്ഞ എക്കണോമിക്സ് തിയറി ആൻഡ് പ്രോബ്ലം എന്നുള്ള രീതിയിൽ പഠിക്കുമ്പോൾ വരുന്നുണ്ട്. കാരണം കറക്റ്റ് ആ തിയറി എന്താണെന്നുള്ളത് ജസ്റ്റ് കാണാതെ പഠിച്ചിട്ട് പോയാലും നമുക്ക് പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ കറക്റ്റ് മീനിങ് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ പ്രോബ്ലത്തിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ടഫായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അവരിപ്പോൾ മാക്രോ എക്കണോമിക്സ് ആണ് പഠിക്കുന്നത്. അതിൽ മറ്റേത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്, അത് ആക്ച്വലി പക്കാ തിയറിയാണ്. പക്ഷേ മാക്രോ എക്കണോമിക്സിൽ ഈ പറഞ്ഞ പോലെ
തിയറി ആൻഡ് പ്രോബ്ലംസ് വരുന്നുണ്ട്. സോ ഇത് രണ്ടും കൂടെ വരുമ്പോൾ തിയറി ചുമ്മാ നമുക്ക് പഠിച്ചു പോകാൻ പറ്റത്തില്ല. തിയറി എന്താണ് മീനിങ് മനസ്സിലായാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് തിയറി കുറച്ചൊക്കെ പഠിക്കുക, അത് വെച്ചിട്ട് പാസ്സാവാന്നുള്ള രീതിയിൽ ഇരിക്കരുത്. നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വലായിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് യെസ് മൈക്രോ എക്കണോമിക്സിൽ വരുന്ന സംഭവങ്ങൾ നോക്കാം. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 യൂണിറ്റുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വരുന്നതാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം ആൻഡ് ഡിമാൻഡ്. ആ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. കൺസ്യൂമർ ഇക്വിലിബ്രിയം, ഡിമാൻഡ്, എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, ഇതെല്ലാം അത്യാവശ്യം നല്ല വലിയ ചാപ്റ്റേഴ്സാണ്. പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലംസും തിയറീസും വരുന്നതാണ്. നിങ്ങൾ ഓൾറെഡി എന്തൊരു എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അഡ്വാൻസ് ലെവലാണ് നമ്മൾ ഇതിലോട്ട് പഠിക്കാൻ വരുന്നത്. കുറേ നിങ്ങൾ 10th വരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അഡ്വാൻസ് ലെവലായിരിക്കും നമ്മൾ ഈ +1 പഠിക്കാൻ പോകുന്നത്. പിന്നെ 3ാമത്തെ യൂണിറ്റ് ആണ് പ്രൊഡ്യൂസർ ബിഹേവിയർ ആൻഡ് സപ്ലൈ എന്നുള്ളത്. അതിൻ്റെ അകത്ത് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 5 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, 5 ചാപ്റ്റേഴ്സ്. ഇതും ഈ പറഞ്ഞ പോലെ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഒരു ചാപ്റ്റർ വിടാം മറ്റേത് പഠിക്കാം എന്നുള്ളൊരു സംഭവം പറ്റില്ല. കാരണം ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ യൂണിറ്റിൽ വരുന്ന ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. ആൻഡ് ഈ യൂണിറ്റ് എല്ലാം കണക്റ്റഡും ആണ്. ഇപ്പം മറ്റേ ഇക്വിലിബ്രിയം ആൻഡ് ഡിമാൻഡ് ആണ് പഠിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസർ ബിഹേവിയർ ആൻഡ് സപ്ലൈ ആണ് പഠിക്കുന്നത്. അപ്പം ഡിമാൻഡ് സപ്ലൈ എല്ലാം കോ എക്സിസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. സോ ഇതെല്ലാം അറിഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പണ്ട് 10th വരെ പഠിച്ച പോലെ ഓരോ ചാപ്റ്റേഴ്സ് സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിൽക്കുന്ന ചാപ്റ്റേഴ്സ് എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് ഫോംസ് ഓഫ് മാർക്കറ്റ് ആൻഡ് പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വിത്ത് സിമ്പിൾ ആപ്ലിക്കേഷൻ. അതിൽ 2 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. മെയിൻ മാർക്കറ്റ് ഫോംസും പ്രൈസ് ഡിറ്റർമിനേഷൻ ആൻഡ് സിമ്പിൾ ആപ്ലിക്കേഷൻസും. സോ ഇത് എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്നും തിയറി ആയിട്ട് വരുന്നത് മാത്രമല്ല, തിയറി ആൻഡ് പ്രോബ്ലംസ് എന്നുള്ളതാണ്. അതിന് തിയറി കറക്റ്റായിട്ട് ആ ബേസ് ഉണ്ടാക്കി എടുക്കണം. ആൻഡ് ഇപ്പോഴും പറയുന്നു, ഇത് നിങ്ങളുടെ +1 എന്നുള്ള രീതിയിൽ മാത്രം വെച്ചിട്ട് പഠിക്കരുത്. നമുക്കെന്താണ്, നിങ്ങൾ +2 കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമും അല്ലെങ്കിൽ അല്ലാത്ത എക്സാംസിനും എല്ലാം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അടുത്ത് നോക്കാം സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞ പോലെ യൂണിറ്റുകളുടെ ബേസ് എല്ലാം കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ വരും. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ആ ഇൻട്രൊഡക്ഷനൊക്കെ നിങ്ങൾ 10th വരെ പഠിച്ച കുറേ തിയറിയും കാര്യങ്ങളൊക്കെ ആ ഇൻട്രൊഡക്ഷനിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് കളക്ഷൻ ഓഫ് ഡേറ്റ. ഓക്കെ, അത് ആ ഡേറ്റ എന്താണെന്നുള്ളതും ഡേറ്റ എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതും അതിൻ്റെ സോഴ്സസ് എങ്ങനെയാണ്, ആ ഒരു ഇൻഫർമേഷൻസ് ആണ് ഇതിൽ വരുന്നത്. രണ്ടാമത് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ. ഈ കളക്ട് ചെയ്തെല്ലാം കൂടെ എങ്ങനെയാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതെന്നുള്ളതാണ്. പിന്നെ പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ. ഇത് കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് നമുക്ക് പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രാഫ് ഇതായിട്ടോ, അല്ലെങ്കിൽ നിങ്ങളിപ്പം ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിലൊരു ഗ്രാഫ് ഒക്കെ കാണിക്കും അല്ലേ. അതെല്ലാം എന്താണ്, ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം പ്രസൻറ്റ് ചെയ്യുവാണ്. പിന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള മീൻ മീഡിയം മോഡ് എന്നുള്ളതാണ്. ആക്ച്വലി ഈ പറയുന്ന ചാപ്റ്റർ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നുള്ളത് നിങ്ങൾക്ക് സിലബസിൽ ഇല്ല. അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. കാരണം നിങ്ങളുടെ ടെക്സ്റ്റിൽ കാര്യങ്ങൾ അത് വരുന്നുണ്ടായിരിക്കും ചില ടെക്സ്റ്റുകൾ. ഓക്കെ, ഡിസ്പേർഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ പഠിക്കാനില്ല. അതിന് പകരമായിട്ട് വരുന്നതാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി 2 എന്നും പറഞ്ഞു. ഓക്കെ, മീൻ മീഡിയം മോഡ് തന്നെയാണ് ഇതിൻ്റെ അകത്തെല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്നത്. പിന്നെ വരുന്നതാണ് കോ റിലേഷനും ഇൻഡെക്സ് നമ്പേഴ്സും. കോ റിലേഷൻ നിങ്ങൾക്ക് വലിയ ഫെമിലിയർ ആയിരിക്കത്തില്ല, കുറച്ച് മാത്സും കാര്യങ്ങളും കൂടെ ഒക്കെ വരുന്നതാണ്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾക്ക് എക്കണോമിക്സ് എന്നുള്ള രീതിയിൽ പഠിക്കാനുള്ളത്. 2 ബുക്കുകളാണ് വരുന്നത്. 2 ബുക്കുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ബുക്കുകളാണ്? നിങ്ങൾക്ക് മൈക്രോ എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ആണ്. 2 ഇമ്പോർട്ടൻ്റ് ആണ്. ആ 2 ഇമ്പോർട്ടൻറ്റ് +1 മാത്രമല്ല +2 പോകുമ്പോഴും +2 കഴിഞ്ഞിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. സോ നല്ല രീതിയിൽ പഠിക്കുക. നമ്മൾ എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കാം. ആൻഡ് ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇനി ഈ പറയുന്ന 2 സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വീഡിയോസോ കാര്യങ്ങളോ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഇടുന്നതായിരിക്കും. So stay tuned for more and thank you.